ഫാത്തിമയുടെ മെഡിറ്റേഷൻ ഐ തിങ്ക് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ആളുകൾക്കിടയിൽ. അപ്പൊ മെഡിറ്റേഷൻ ആണ് എന്റെ റൈറ്റ് ഒരു പാഷനേറ്റഡ് ഏരിയ എന്ന് എങ്ങനെയാ തിരിച്ചറിഞ്ഞു? ആക്ച്വലി ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് കൂടുതലായിട്ട് നമ്മുടെ ഗൈഡിന്റെ ആണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ സെഷനിലേക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് മെഡിറ്റേഷൻ ആയിരുന്നു. പക്ഷെ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റാതിരുന്നതും മെഡിറ്റേഷൻ ആയിരുന്നു. ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടൂല, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ എന്തോ ഒരു സാധനം അത് സെഷൻ എടുത്തു വരുന്ന സമയത്ത് ആ ഒരു എടുത്തു വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ആ ഒരു മെഡിറ്റേഷൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം ഒരിക്കലും വിചാരിച്ചിട്ടില്ല മെഡിറ്റേഷൻ എന്റെ വഴിയാണ്, സെഷന്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു പോവാന്നുള്ള രീതിയിലായിരുന്നു ആദ്യം എടുത്തത്. പക്ഷെ പിന്നീട് സെഷനിലേക്കാൾ കൂടുതൽ ഞാൻ സെഷൻ ഒരു 1.5 hour എടുക്കണ ഒരു സെഷന്റെ അതേ ഇമ്പാക്ട് അത് 20 minutes കൊണ്ട് എടുക്കണ മെഡിറ്റേഷനിൽ ഇമ്പാക്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ചിന്തിച്ചു എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ഫാത്തിമ ഭയങ്കര യങ് ആണ്. ഓക്കെ, ഈ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ ഇത്രയും എമൗണ്ട് ഏൺ ചെയ്തു. അപ്പൊ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു യങ്സ്റ്റർ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു കോച്ച് ആവണം എന്നുള്ളത്. അപ്പൊ ഏണിംഗ് സ്വാഭാവികമായിട്ടും അവരുടെ മൈൻഡിലുള്ള വലിയ ലിമിറ്റേഷൻ ഒരു ചോദ്യചിഹ്നമായിരിക്കും. അപ്പം ഫാത്തിമയുടെ ലൈഫ് വെച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലെസൺ എന്താണ്? ലൈക്ക് നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. എനിക്കത് പറ്റൂല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കത് പറ്റൂല, ഞാനിപ്പം ഈ ഒരു അവസ്ഥയിലുള്ള ഒരാളല്ലേ. പക്ഷെ റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അതുപോലെ ആക്ഷൻ ഓറിയന്റഡ്, ഇഫ് വി ഹാവ് എ പേർപ്പസ്, നമുക്കൊരു പേർപ്പസ് ഉണ്ട് എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തും. അപ്പൊ നമ്മൾ ആ വഴിക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അതിനുള്ള ആൻസേഴ്സ് ആദ്യമേ കിട്ടിയിട്ടല്ലായിരിക്കാം നമ്മൾ നടക്കുക. ഇപ്പൊ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ലേ ഈ മെഡിറ്റേഷന്റെ കാര്യമാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എന്തോ ഒരു ഗൈഡൻസോട് കൂടി ട്രെയിനിങ്ങിലേക്ക് എത്തിയതാ. പക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും എമൗണ്ട്സ് ആണെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുടെ ആദ്യം അവരുടെ മൈൻഡിലാണ് ആ ലിമിറ്റേഷൻ ഉള്ളത്, എനിക്ക് ഏൺ ചെയ്യാൻ പറ്റൂല, എന്റെ അവസ്ഥ ഇതല്ലേ എന്നുള്ളത്. പക്ഷെ റിസ്ക് എടുക്കാനും നമുക്കൊരു പേർപ്പസ് ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള വഴി കണ്ടെത്തും. നമ്മൾക്ക് തന്നെ മുമ്പില് ധാരാളം വഴികള്, ഓപ്പർച്യൂണിറ്റീസിന്റെ ലോകമാണിത്. അപ്പൊ നമ്മളത് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് എന്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് പറയുന്നതിനെക്കാട്ടും കണ്ണ് തുറന്ന് നോക്കിക്കാനാ കുറെ കാണാനുണ്ട്. ഓക്കെ, അപ്പം ഡ്രീംസ് ഒക്കെ ഉള്ള ആസ്പിറേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ആക്ച്വലി ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഫാത്തിമയുടെ വാക്കുകൾ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ഓൾ ദിസ്. താങ്ക് യു. ഈ ഒരു 2.5 years കൊണ്ട് 8 lakh എന്ന് പറയുന്ന ക്ലബിൽ എത്തുന്നുള്ളത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? നമ്മൾ തന്നെ വണ്ടർ അടിച്ചു പോകുന്നൊരു നിമിഷം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പം. ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്കൊരു 1000 rupees പോലും ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. സെക്യൂർഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും കൂടി ഒരു കേജ്ഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു കോച്ച് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആളുകളൊക്കെ ആക്സെപ്റ്റൻസിലൊക്കെ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു?